നമ്മൾ ഓൺലൈനിൽ എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഏറ്റവും ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പാർട്ട് അതിന്റെ ലീഡ് ജനറേഷൻ തന്നെയാണ്. അതിനിപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റ് ആയാലും നിങ്ങളൊരു B2B ബിസിനസ് റൺ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ട്രെയിനിങ്ങിന്റെയോ കോച്ചിങ് ബിസിനസ്സോ എന്ത് ബിസിനസ് ഓൺലൈനിൽ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആളുകളുടെ ഏറ്റവും വലിയ ആവശ്യവും ഏറ്റവും അധികം ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്നതും ലീഡ് ജനറേഷനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ChatGPT-യും Make.com പോലെയുള്ള വെബ്സൈറ്റുകളും AI ഓട്ടോമേഷനും യൂസ് ചെയ്തിട്ട് എങ്ങനെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫ്രീ ലീഡ്സ് ജനറേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് ബിസിനസ് യു ആർ, നിങ്ങൾ എന്ത് ബിസിനസ്സിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ടുള്ള ലീഡ്സ് ഓട്ടോമേറ്റഡ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ബേസിക്കലി മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗൂഗിൾ തന്നെയാണ്. അതായത് ഈ ഒരു ട്രെയിനിങ്ങിനെ ഈ ഒരു വീഡിയോനെ ഞാൻ 3 ഭാഗമായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഡാറ്റ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഡാറ്റ എങ്ങനെയാണ് ഓട്ടോമേറ്റഡ് ആയിട്ട് കളക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ സ്ക്രേപ്പിംഗ് ആണ് ആദ്യം പറയാൻ പോകുന്നത്. ഡാറ്റ സ്ക്രേപ്പിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡാറ്റ ഒരു ലിസ്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്യും. ആ ബിൽഡ് ചെയ്ത ലിസ്റ്റിനെ ഓട്ടോമേറ്റഡ് ആയിട്ട് നമ്മൾ ഔട്ട്റീച്ച് മെസ്സേജുകൾ അയക്കുകയാണ് ആ ഒരു ഇമെയിൽ ID-യിലേക്ക്. അതായത് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയിലേക്ക് ഓട്ടോമേറ്റഡ് ആയിട്ട് നമ്മളുടെ മാർക്കറ്റിംഗ് മെസ്സേജുകൾ അയക്കുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഫസ്റ്റ് നമ്മൾ ക്രോളിങ്, വെബ് ക്രോളിങ്, രണ്ടാമത്തത് ലിസ്റ്റ് ബിൽഡിങ്, മൂന്നാമത്തത് മെസ്സേജ് ഔട്ട്റീച്ച്. ഓക്കെ, പ്രൊമോഷൻസ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു ഫ്ലോ വരുന്നത്. ഓക്കെ, ഇതുപോലെയുള്ള മറ്റുള്ള മാർക്കറ്റിംഗ് മെത്തേഡുകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറഞ്ഞുള്ള കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അതിൽ നമ്മൾ ഒരുപാട് മെത്തേഡുകളും ട്രിക്കുകളൊക്കെ ഇതുപോലെ ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. ഓക്കെ, എനിവേ കമ്മിങ് ബാക്ക് ടു ദ വീഡിയോ. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഗൂഗിളിൽ പോകുന്നു. ഗൂഗിളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ലിങ്ക്ഡിനിലാണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണെങ്കിലും ഒരുപാട് ആളുകളുടെ ഡാറ്റ ഫ്രീ ആയിട്ട് കിട്ടും നമുക്ക്. അത് നമുക്ക് എങ്ങനെ ഗൂഗിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം, അത് എങ്ങനെ ഗൂഗിളും ChatGPT-യുമാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ ആദ്യം ഒരു ക്രോൾ ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ് കൊടുക്കുന്നത്. ആ സ്ക്രിപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് വെബ് ക്രോൾ ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് സൈറ്റ് Instagram.com. ഇവിടെ കോച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത് എനിക്ക് വേണ്ട ലീഡ്സ്, ഞാൻ കോച്ചസിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കോച്ചസിന്റെ ഡാറ്റയാണ് വേണ്ടെങ്കിൽ ഇവിടെ കോച്ചസ് എന്ന് കൊടുക്കാം. ഇപ്പോൾ ഫ്രീലാൻസേഴ്സിന്റെ ഡാറ്റയാണ് വേണമെങ്കിൽ ഫ്രീലാൻസർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് അവരുടെ ഇമെയിൽ IDs അല്ലേ നമുക്ക് കളക്ട് ചെയ്യേണ്ടത്, കോമൺ ആയിട്ടുള്ള ഇമെയിൽ IDs. അപ്പോൾ കോമൺ ആയിട്ടുള്ള കുറച്ച് ആളുകൾ ഉപയോഗിക്കുന്ന സാധ്യതയുള്ള കുറച്ച് ഇമെയിൽ IDs ഇവിടെ ഓർ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതായത് @gmail.com ഇൻവെർട്ടർ കോമയിൽ, അത് കഴിഞ്ഞ് @yahoo.com @outlook.com. ഇനി നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഇട്ടിട്ട് ഇതുപോലെ ഡബിൾ ഇൻവെർട്ടർ കോമയിൽ ഇട്ടിട്ട് @hotmail.com ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഡാറ്റ വരും. ഈ ഡാറ്റ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡാറ്റ ഇതിൽ ഓൾറെഡി ഡാറ്റ ഉണ്ട്, പക്ഷെ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കുന്ന ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നമ്മൾ ChatGPT-യുടെ യൂസ് ചെയ്തിട്ട് ഈ ഡാറ്റ നമ്മൾ സ്ട്രക്ചേർഡ് ഡാറ്റ ആക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ChatGPT പ്രോംപ്റ്റ് ആണ് ഇത്. ഓക്കെ, ഞാനത് കോപ്പി ചെയ്യുന്നു. ChatGPT-യിൽ പോവുക, നിങ്ങൾ നേരെ ChatGPT.com പോയിട്ട് ഈ ഒരു പ്രോംപ്റ്റ് നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. ഈ പ്രോംപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമാറ്റ് ദ ഡാറ്റ ബിലോ ഇൻ ടു എ ടേബിൾ വിത്ത് ദീസ് കോളംസ്, ഫുൾ നെയിം, കമ്പനി നെയിം, വെബ്സൈറ്റ് URL, ഇമെയിൽ, ഫോൺ നമ്പർ. ഇത്രയും ഡാറ്റ മതിയല്ലോ നമുക്ക്. നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ChatGPT ചോദിക്കും നിങ്ങളുടെ അടുത്ത് ഏത് ഡാറ്റയാണ് നിങ്ങൾക്ക് സ്ട്രക്ചർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ അതിന് നിങ്ങൾ നേരെ കണ്ടോ, ഷുവർ പ്ലീസ് പ്രൊവൈഡ് ദ ഡാറ്റ യു വുഡ് ലൈക്ക് മീ ടു ഫോർമാറ്റ് ഇൻ ടു എ ടേബിൾ. അപ്പോൾ നിങ്ങൾ നേരെ ഈ ഗൂഗിളിൻ്റെ പേജിൽ പോവുക. ഇവിടെ കമാൻഡ് അതായത് നിങ്ങൾ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നത്, കൺട്രോൾ എ അടിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സെലക്ട് ആവും. മാക് ആണെങ്കിൽ കമാൻഡ് സി, വിൻഡോസ് ആണെങ്കിൽ കൺട്രോൾ C. അപ്പോൾ നിങ്ങൾക്ക് ഈ മൊത്തം ഡാറ്റ ഇവിടെ കോപ്പി ആവും. അത് എന്നിട്ട് നേരെ ChatGPT-യിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ChatGPT അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോളം ആയിട്ട് നിങ്ങൾക്ക് ഡാറ്റ ജനറേറ്റ് ചെയ്ത് തരും. കണ്ടോ,
അമിത് കുമാർ കോച്ച് കമ്പനിയുടെ പേര്, ഇമെയിൽ ID, ഫോൺ നമ്പർ, വെബ്സൈറ്റ് കൊടുത്തിട്ടുള്ളവരുടെ വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റ് ഇല്ലാത്തവരുടെ വെബ്സൈറ്റ് ഇല്ല. എന്നിട്ട് അത് ചോദിക്കുന്നുണ്ട് ഇഫ് യു നീഡ് എനി മോഡിഫിക്കേഷൻസ് ഓർ അഡീഷണൽ ഡീറ്റെയിൽസ് ഫീൽ ഫ്രീ ടു ആസ്ക്. അപ്പോൾ നമുക്ക് ഇനിയും ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും ഡാറ്റ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയും ടേബിളായിട്ട് നമുക്ക് തരും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഗൂഗിളിൽ നിന്ന് ക്രോൾ ചെയ്തിട്ട് ഡാറ്റ എടുക്കുന്നത്? ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഗൂഗിൾ ഷീറ്റിലേക്ക് പോവാം. docs.google.com/spreadsheet എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ ഷീറ്റിൽ പോകും. ഗൂഗിൾ ഷീറ്റിൽ പോയിട്ട് നമ്മളൊരു പുതിയ ഒരു ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു പേരും കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഓട്ടോമേഷൻ ഡാറ്റ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ChatGPT പോവുക. ChatGPT പോയിട്ട് ഈ മൊത്തം ടേബിളില്ലേ, ഈ ടേബിൾ മൊത്തം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഈ ഗൂഗിൾ ഷീറ്റിലേക്ക് ഇവിടെ നിന്ന് മുതൽ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ എനിക്ക് ആ ഒരു ഡാറ്റ കിട്ടി. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിൽ സെക്കൻഡ് പേജിൽ പോയി കഴിഞ്ഞാലും അത് കോപ്പി ചെയ്തിട്ട് ChatGPT കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും ഡാറ്റ കിട്ടും. അതെല്ലാം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, അങ്ങനെ. അപ്പോൾ നമ്മൾ ഇവിടെ ലിസ്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ലിസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു ബേസിക്കലി. അതായത് ഗൂഗിൾ ഷീറ്റിൽ ഇപ്പോൾ ഓട്ടോമേഷൻ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗൂഗിൾ ഷീറ്റിൽ മൊത്തം ഡാറ്റ കിട്ടി നമുക്ക് അവരുടെ. ഇപ്പോൾ ഞാനിത് സാമ്പിളിന് വേണ്ടി കുറച്ച് എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇനി നമ്മൾ ലിസ്റ്റ് ബിൽഡിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത് മെസ്സേജ് ഔട്ട്റീച്ച്, ഓട്ടോമേറ്റഡ് ആയിട്ട് ഇവരിലേക്ക് എങ്ങനെ മെസ്സേജ് അയക്കാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കുന്നത്. ഇനി ഇതിൽ ഏതിലെങ്കിലും ഇമെയിൽ ID കിട്ടാത്തതുണ്ടെങ്കിൽ ആ റോ ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ഡിലീറ്റ് റോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് പോകും. ഓക്കെ, ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോമാണ് മെയ്ക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. make.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. അത് ബേസിക്കലി ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രൈസിങ്ങിൽ പോയി കഴിഞ്ഞാൽ അവർക്കൊരു ഫ്രീ പ്ലാൻ ഉണ്ട്. അതിൽ 1000 ഓപ്പറേഷൻസ് ഒരു മാസം നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഒരു മാസം 1000 പേർക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇമെയിൽ അയക്കാൻ പറ്റും. അതിൻ്റെ മുകളിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാൻസ് എടുത്താൽ മതി. ഓക്കെ, $10 വരുന്നുള്ളൊരു മാസം 10,000 ഓപ്പറേഷൻസിന്. 10,000 ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ട് $10 എന്ന് പറയുമ്പോൾ 800 രൂപ 850 രൂപയാണ് ആകെ വരുന്നത്. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾ ഫ്രീ ആയിട്ടുള്ളത് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഡാഷ്ബോർഡാണ് കാണാം. ഈ ഹോമിൽ പോയിട്ട് നമ്മൾ ഇവിടെ സിനാരിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഈ സിനാരിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്രിയേറ്റ് എ ന്യൂ സിനാരിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ട്രിഗറും പിന്നെ ഒരു ആക്ഷനുമാണ് ഉണ്ടാവുക. അതായത് എപ്പോഴാണ് ഈ ഓട്ടോമേഷൻ ആക്റ്റീവ് ആവേണ്ടതെന്നാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഡാറ്റ ഉണ്ടല്ലോ, ഈ ഡാറ്റ പുതിയ പുതിയ കോളംസ് വരുന്ന സമയത്ത് ഓരോ കോളത്തിലേക്കുമാണല്ലോ നമ്മൾ ഇമെയിൽ അയക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ make.com യൂസ് ചെയ്യുന്ന രണ്ട് ടൂൾസ്, ഒന്ന് ഗൂഗിൾ ഷീറ്റും രണ്ടാമത്തത് ജിമെയിലുമാണ്. വേറെ ഇമെയിൽ ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറുകളൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ട്രിഗറായിട്ട് ഈ ടേബിൾ കൊടുക്കും, അതായത് ഗൂഗിൾ ഷീറ്റ് കൊടുക്കും. ഈ രണ്ടാമത് അതിൻ്റെ ആക്ഷനായിട്ട് ഇമെയിൽ കൊടുക്കും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ റോയും ചെക്ക് ചെയ്യും make.com. എന്നിട്ട് ഓരോ റോ 1 by 1 ആയിട്ട് ഇമെയിൽ അയക്കും. പുതിയ റോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പുതിയ റോ ഉണ്ടെങ്കിൽ അതിലുള്ള ഈ ഇമെയിൽ ID സെലക്ട് ചെയ്തിട്ട് ആ ഇമെയിലിലേക്ക് നമ്മൾ പറയുന്ന മെസ്സേജ് അയക്കും. അതാണ് നമ്മളുടെ ആക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ മെയ്ക്കിൽ കണ്ടോ, സിനാരിയോസിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു പ്ലസ് ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ട്രിഗറാണ്. ട്രിഗർ എന്താണ്? ഗൂഗിൾ ഷീറ്റാണ്. ഈ ഗൂഗിൾ ഷീറ്റ് നിങ്ങൾ ആദ്യമായിട്ട് make.com യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് കണക്ട് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു ഓപ്ഷൻ വരും. ഈ ഗൂഗിൾ ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ അതിൻ്റെ താഴെ വാച്ച് ന്യൂ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. വാച്ച് ന്യൂ റോസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പുതിയ പുതിയതായിട്ട് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ കൊടുത്തിട്ട് നിങ്ങൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് സിങ്ക് ആവും. ഇല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെലക്ട് ചെയ്ത് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഇനി സ്പ്രെഡ്ഷീറ്റ് ID എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ നിങ്ങളുടെ സ്പ്രെഡ്ഷീറ്റിൻ്റെ പേര് കൊടുക്കുക. ഇവിടെ നമ്മൾ ഓട്ടോമേഷൻ ഡാറ്റ എന്നാണ് നമ്മൾ ഇതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഓട്ടോമേഷൻ ഡാറ്റ എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. അതവിടെ ലോഡായി. അപ്പോൾ ആ ഓട്ടോമേഷൻ ഡാറ്റ സെലക്ട് ചെയ്യുക. ഇനി അടുത്തത് ഷീറ്റ് നെയിം ഷീറ്റ് 1 തന്നെ ആയിരിക്കും.
ഇനി ടേബിൾ കണ്ടെയ്ൻ ഹെഡേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഹെഡർ ഏത് വരെയാണ്, A1 മുതൽ Z1 വരെ ഇല്ല നമുക്കപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ E1 വരെ ഉള്ളൂ ഹെഡേഴ്സ്. കണ്ടോ, ഇത് A1 കോളമാണ്, ഇത് E1 കോളമാണ്. കണ്ടോ, അപ്പോൾ നമ്മളവിടെ അത് മാറ്റിയിട്ട് E1 ആക്കണം. E1 ആക്കുക. എന്നിട്ട് ലിമിറ്റ് ഉള്ളിടത്ത് 1 ആക്കുക. അതായത് നമുക്ക് ഒരു ഇമെയിലാണ് ഒരു സമയം അയക്കേണ്ടത്, ഒരുപാട് ഇമെയിൽ ഒരു തവണ അയക്കേണ്ട ആവശ്യമില്ല. ഇത്രയും സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചൂസ് വേർ ടു സ്റ്റാർട്ട് എന്നുള്ളിടത്ത് ഓൾ എന്ന് കൊടുക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിലേക്കും ഇമെയിൽ അയക്കണമല്ലോ, ഒരു പെർട്ടിക്കുലർ റോ മുതലല്ലോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ജിമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. കണ്ടോ, ഇവിടെ ജിമെയിൽ സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിമെയിൽ ആണെങ്കിലും ആദ്യമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജിമെയിൽ കണക്ട് ചെയ്യേണ്ടി വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമെയിലിൽ വർക്ക് സ്പേസിൽ ഒരു പ്രൊഫഷണൽ ഇമെയിൽ എടുക്കുക എന്നുള്ളതാണ്. ഗൂഗിളിലൂടെ തന്നെ, ജിമെയിലിലൂടെ തന്നെ workspace.google.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇമെയിൽ ID പർച്ചേസ് ചെയ്യാൻ പറ്റും, പ്രൊഫഷണൽ ഇമെയിൽ ID പർച്ചേസ് ചെയ്യാൻ പറ്റും. 120 റുപ്പീസാണ് മന്ത്ലി വരുന്നത്, ആകെ 120 റുപ്പീസാണ് വരുന്നുള്ളൂ. അപ്പോൾ അത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി ഇവിടെ സെൻഡ് എൻ ഇമെയിൽ എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. സെൻഡ് എൻ ഇമെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. എന്നിട്ട് ഇവിടെ ടു എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് ആർക്കാണ് ഇമെയിൽ അയക്കേണ്ടതെന്ന്, അതായത് നമ്മളുടെ ഗൂഗിൾ ഷീറ്റിൽ ഇമെയിൽ ID എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിൻ്റെ താഴെയുള്ള ഇതിലേക്കാണല്ലോ നമുക്ക് ഇമെയിൽ അയക്കേണ്ടത്. അപ്പോൾ മേക്കിൽ പോവുക, ഈ ഇമെയിൽ ID എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോളം ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഇനി സബ്ജക്റ്റ് കൊടുക്കുക. സബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ അബൌട്ട് യുവർ ബിസിനസ് നെയിം കൊടുക്കുക, അല്ലെങ്കിൽ കമ്പനി നെയിം നമുക്ക് കൊടുക്കാം. അവിടെ കമ്പനി നെയിമിൽ കണ്ടോ, കമ്പനി നെയിം ഉണ്ട് മിക്കവാറും ആളുകൾക്ക്. അപ്പോൾ ഇവിടെ ആളുകൾക്ക് സെൻഡ് ചെയ്യുന്ന മെസ്സേജ് അവർക്ക് റിസീവ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ അബൌട്ട് യുവർ വേണ്ട, ക്വസ്റ്റ്യൻ അബൌട്ട് അമിതിന് പോകുന്ന സമയത്ത് ക്വസ്റ്റ്യൻ അബൌട്ട് കോച്ച് അമിത് കുമാർ, അല്ലെങ്കിൽ ഇവിടെ വരുന്നയാൾക്ക് ക്വസ്റ്റ്യൻ അബൌട്ട് മുംബൈ ഇന്ത്യൻസ് കേരള സീനിയർ ടീം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അബൌട്ട് കുവൈറ്റ് നാഷണൽ ടീം, ഇങ്ങനെയുള്ള ഇതായിരിക്കും പോകുന്നുണ്ടാവുക. അങ്ങനെ അവർക്ക് പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ഇമെയിൽസ് പോകും. ഇപ്പോൾ കോച്ച് KG എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാണ് പോകുന്നെങ്കിൽ ക്വസ്റ്റ്യൻ അബൌട്ട് ഫിസിക് ടോട്ടൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ പേഴ്സണലൈസ് ആയിട്ട് അവർക്ക് ഇമെയിൽ പോകും. അപ്പോൾ അങ്ങനെ പേഴ്സണലൈസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ അവിടെ ചില ആളുകൾക്ക് ഇപ്പം നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞിട്ടല്ലേ കാണിച്ചിട്ടുള്ളത്, അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് എഡിറ്റ് ചെയ്തിട്ട് യുവർ കമ്പനി എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ അബൌട്ട് യുവർ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇമെയിൽ പോകും. ഓക്കെ, ഇനി ഇവിടെ കണ്ടന്റ് ചോദിക്കുക. ഹായ് സർ, ഐ വെന്റ് ത്രൂ യുവർ ഇൻസ്റ്റഗ്രാം ആൻഡ് ഇറ്റ് വാസ് ഓസം. നിങ്ങളൊരു വെബ് ഡിസൈനിങ് കമ്പനിയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു അഫിലിയേറ്റ് ഇതാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അങ്ങനെ, VRA അല്ലെങ്കിൽ ഡു യു യൂസ് വെബ്സൈറ്റ്സ് ഫോർ ലീഡ് ജനറേഷൻ. ഇനിയിപ്പോൾ ഒരു SEO കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആർ യു തിങ്കിങ് അബൌട്ട് ഹയറിങ് someone to rank your website on Google. അങ്ങനെ ഇത് നിങ്ങളുടെ ഇമെയിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ്സോ കമ്പനിയുടെ പ്രൊഫൈലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡുകളോ എന്തെങ്കിലും അയക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അറ്റാച്ച്മെൻറ്റും ആഡ് ചെയ്യാം. അതിൻ്റെ ശേഷം ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ മേക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലീഡ് ജനറേഷൻ ഓട്ടോമേഷനാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്, ഇത് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇമെയിൽ അയക്കാം എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഇമെയിൽ എത്ര വേണമെങ്കിലും അയക്കാം എന്ന് വിചാരിച്ച് ഒരുപാട് ഇമെയിൽ അയക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പാമായി കൺസിഡർ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ താഴെ വന്ന് ഈ ടോഗിൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ 15 മിനിറ്റ്സ് എന്നുള്ളത് ഒരു 60 മിനിറ്റ്സ് ആക്കാം. അതായത് 1 അവർ എല്ലാ മണിക്കൂറിലും ഓരോ ഇമെയിൽ പോകുന്ന രീതിയിലാവാം. എന്നാലും ഒരു ദിവസം 24 ന്യൂ ലീഡ്സിലേക്ക് ഇങ്ങനെ ഇമെയിൽ പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ആ ഒരു ഷീറ്റ് ഇതുപോലെ ChatGPT യൂസ് ചെയ്ത്
സ്ക്രാപ്പ് ചെയ്തിട്ട് അതൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റൺ ആവും. ഓക്കെ, അത്രയേ ഉള്ളൂ. അത്രയാണ് ഓട്ടോമേഷൻ ചെയ്യാൻ ഉള്ളൂ. ഇനി ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു മാർക്കറ്റിങ്ങിൻ്റെ കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്നാണ് കമ്മ്യൂണിറ്റിയുടെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ഓൺലൈനിലൂടെ ഗ്രോ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. പെയ്ഡ് കമ്മ്യൂണിറ്റിയാണ് ഞാൻ അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. വേറെയും ഒരുപാട് ഓട്ടോമേഷനും കാര്യങ്ങളും മാർക്കറ്റിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് ടെംപ്ലേറ്റുകൾ അതിൽ നിന്ന് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് നമ്മൾ ഡിസ്കഷൻസും വീക്ക്ലി കോച്ചിങ് കോൾസും എല്ലാം അവൈലബിൾ ആണ്. സീരിയസ് ആയിട്ട് ബിസിനസ്സിനെ ഓൺലൈനിലൂടെ ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ഇടാം. ഓക്കെ, സി യു.